പിന്നില്ലേ കൂട്ടുകാരെ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മഷ്റൂമായിട്ടാണ് കേട്ടോ. ഒരു മഷ്റൂം മസാല എന്നൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ ഗ്രാൻഡ് മദർ, എൻ്റെ അമ്മൂമ്മ എനിക്ക് ചെറുപ്പത്തിലുണ്ടാക്കി തന്നിരിക്കുന്ന ഒരു ഐറ്റം. നമുക്കറിയാമല്ലോ, നമ്മുടെ പണ്ടുള്ള അമ്മൂമ്മമാർ കലർപ്പില്ലാത്ത രുചികൾ അല്ലേ, മായം ചേർക്കാത്ത സാധനങ്ങളായിരിക്കും നമുക്കവർ ഉണ്ടാക്കി തന്നിരിക്കുക. എനിക്ക് എൻ്റെ അമ്മൂമ്മേനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കറിയില്ല, എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അതെൻ്റെ അമ്മൂമ്മയായിരിക്കും. അമ്മൂമ്മ ഉണ്ടാക്കി തന്ന ഭക്ഷണത്തിൻ്റെ രുചികൾ ഇപ്പോഴും എൻ്റെ നാവിൽ നിന്ന് മാറിയിട്ടില്ല. പുള്ളിക്കാരത്തി ഇപ്പം നമ്മുടെ കൂടെ ഇല്ല. പക്ഷേ ഈ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ അമ്മൂമ്മേനെയാണ്. ഞാൻ അമ്മൂസി എന്നാണ് വിളിക്കുക. എനിക്ക് അമ്മൂമ്മ മരിച്ചിട്ടിപ്പോൾ 1 വർഷത്തിന് മേലെയായി. പക്ഷേ എല്ലാ ദിവസവും ഞാൻ ഓർക്കാറുള്ളൊരു വ്യക്തി, ഓർത്തെൻ്റെ കണ്ണ് നിറയാറുള്ളൊരു വ്യക്തി എൻ്റെ അമ്മൂമ്മയാണ് കേട്ടോ. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാനിന്ന് വിചാരിച്ചു, എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഉണ്ടാക്കി തന്ന ഒരു ഡിഷാണ് കേട്ടോ ഇത്. കാരണം ഇന്ന് മഷ്റൂമൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നു. അന്ന് ഞങ്ങളുടെ വീട്ടുവളപ്പിലുണ്ടാവും, നിറയെ മഷ്റൂം ഉണ്ടാവും. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് സ്കൂള് വിട്ടിട്ട് എൻ്റെ അമ്മ നമ്മുടെ സ്കൂളിൽ അന്ന് ഉച്ചക്കഞ്ഞി ഉണ്ട്, കഞ്ഞി കുടിക്കാൻ പറയും, അല്ലെങ്കിൽ ചോറ് തന്നു വിടും. പക്ഷേ എനിക്കിഷ്ടം അമ്മൂമ്മയുടെ വീട്ടിൽ പോയിട്ട് കഞ്ഞി കുടിക്കാൻ വേണ്ടി. ചിലപ്പോൾ ചോറായിരിക്കില്ല, തലേ ദിവസത്തെ ചോറിൽ വെള്ളം ഒഴിച്ചിട്ടതായിരിക്കും, ചിലപ്പോൾ ഒന്നും ഉണ്ടാകാറില്ല കേട്ടോ. പക്ഷേ ഞാൻ അവിടെ ചെല്ലുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും എനിക്ക് റെഡിയാക്കി തരും അമ്മൂമ്മ. അത്രയും എന്നെ ഇഷ്ടമുള്ള ഒരാളാണ് എൻ്റെ അമ്മൂമ്മ. അപ്പോൾ അതിൻ്റെ പേരിൽ എനിക്ക് ഒരുപാട് തള്ളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഞങ്ങൾക്ക് അന്ന് 12:30 സ്കൂൾ വിട്ടാൽ 1:30 ആകുമ്പോൾ തിരിച്ച് ക്ലാസ്സിൽ കയറിയാൽ മതി. 1 മണിക്കൂർ ഉണ്ടാവും ഞങ്ങൾക്ക് ഗ്യാപ്പ്. അപ്പോൾ സ്കൂളിൻ്റെ തൊട്ടടുത്താണ് അമ്മൂമ്മയുടെ വീട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, കഞ്ഞി കുടിക്കാണ്ട് അമ്മൂമ്മയുടെ അടുത്ത് പോകും. അപ്പോൾ എന്നെ അമ്മ വഴക്ക് പറയും. അമ്മ അറിയാതെ പോകും, ഞാൻ അറിയണ സമയത്ത് എന്നെ വഴക്കും പറയും കേട്ടോ. അങ്ങനെ അമ്മൂമ്മ ഉണ്ടാക്കി തരുന്ന ഒരു ഡിഷാണ്. പിന്നെ അമ്മൂമ്മ ഉണ്ടാക്കി തരും, കല്ലിൽ വെച്ചൊരു ചുട്ട ചമ്മന്തി അരച്ച് തരും കേട്ടോ. അതിൽ തേങ്ങയൊന്നും ഇടില്ല, വറ്റൽമുളകായിരിക്കും കേട്ടോ. വറ്റൽമുളക്, ചെറിയ ഉള്ളി, ഇതൊക്കെ ഇങ്ങനെ കനലിൽ ചുട്ടിട്ട്. പക്ഷെ എനിക്കതിൻ്റെ റെസിപ്പി ഓർമ്മയില്ല കേട്ടോ. അതിങ്ങനെ ഉമ്മ എന്നിട്ട് കല്ലേൽ വെച്ച് ഇങ്ങനെ അരച്ച് തരും. പക്ഷേ എനിക്ക് അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ വായിൽ എന്താ പറയുക, വന്നു പോകുന്നുണ്ട് അത്രയും. കാരണം ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ ബുദ്ധിമുട്ടിയാണ് പഠിക്കാനാണെങ്കിലും കാര്യങ്ങൾക്കെല്ലാം പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ ടെൻഷൻ ഫ്രീ എന്ന് പറയുന്നത് എൻ്റെ അമ്മൂസയാണ്. എനിക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനും എല്ലാം പറയാനും ഒക്കെ അമ്മൂമ്മയോട് പറ്റും. പോക്കറ്റ് മണി തരും പുള്ളിക്കാരി. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് റേഷൻ കടയിൽ നിന്ന് റേഷനരി വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാൻ ഞാനാണ് കേട്ടോ. ഞാനും അമ്മൂമ്മയും കൂടെയാണ് പോകുക. അപ്പോൾ എനിക്കൊരു സൈക്കിളുണ്ട്, ആ സൈക്കിളിൻ്റെ പുറകിൽ വെച്ചിട്ട് ഞാൻ അരി വാങ്ങാൻ ഞങ്ങൾ ഒരുമിച്ച് പോകും. തിരിച്ച് വരുന്ന ഒരു പെട്ടിക്കട ഉണ്ടാവും. പെട്ടിക്കടയിൽ നിന്ന് കയറി അന്നത്തെ ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ളത് സ്വീറ്റ് പൊറോട്ടയാണ് കേട്ടോ. സ്വീറ്റ് പൊറോട്ടയും പിന്നെ കൂൾ ഡ്രിങ്ക്സ് മസ്റ്റാണ്. ഇത് 2 അമ്മൂമ്മ വാങ്ങിത്തരും. ചിലപ്പോൾ ഈ സ്വീറ്റ് പൊറോട്ട പൊതിഞ്ഞുകൊണ്ട് വരും വീട്ടിൽ വന്നിരുന്ന് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. കൂൾ ഡ്രിങ്ക്സ് ആണെങ്കിൽ അവിടെ നിന്ന് കുടിക്കുക. ആ കൂൾ ഡ്രിങ്ക്സ് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ റേഷനറി വാങ്ങിക്കാൻ കൂടെ പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് ഞങ്ങൾ റേഷൻ എല്ലാം വാങ്ങി. അപ്പോൾ അമ്മൂമ്മയ്ക്ക് പെൻഷൻ ഉണ്ട് കേട്ടോ. അപ്പൂപ്പൻ പട്ടാളത്തിലായിരുന്ന കാരണം അമ്മൂമ്മയ്ക്ക് പെൻഷൻ ഉണ്ട്. അപ്പോൾ ഈ പെൻഷൻ കാശ് വാങ്ങിച്ചിട്ടാണ് നമ്മൾ റേഷൻ കടയിൽ പോകുന്നത്. എന്നിട്ട് ഓരോ സ്ഥലത്ത് കൊടുക്കാനുണ്ടാവും. മരുന്ന് കടയിൽ കൊടുക്കാനുണ്ടാവും, പലചരക്ക് വാങ്ങിക്കുന്ന കടയിൽ കൊടുക്കാനുണ്ടാവും. അപ്പോൾ അമ്മൂമ്മയ്ക്ക് കൊടുക്കാനുള്ള സ്ഥലത്തെല്ലാം നമ്മൾ ഈ കാശ് കൊടുത്തിട്ട് തിരിച്ച് നമ്മൾ വീട്ടിൽ വന്നിട്ട് ചായയൊക്കെ ഇട്ടിട്ട് ചായ കുടിക്കും. അന്നേരം അമ്മൂമ്മ എനിക്കൊരു 10 രൂപ പോക്കറ്റ് മണി തരും. എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം.